പുതുമയേറിയ ആഖ്യാനതന്ത്രങ്ങൾ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ പണയം എന്ന കഥ ഏറെ ഹൃദയദ്രവീകരണക്ഷമമായ ഒന്നാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന നിഷ്കളങ്കനും ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർരൂപവുമായ ചാക്കുണ്ണിയുടെ ദുരനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് പണയം. പണയം എന്ന കഥയിലെ പ്രധാന അംശങ്ങളിലേക്ക്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദരിദ്രനായ ഒരു തയ്യൽക്കാരനാണ് ചാക്കുണ്ണി. കലാഹൃദയമുള്ള അയാൾ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് റേഡിയോ സ്വന്തമാക്കുന്നത്. അതിനായി തൻ്റെ ശീലങ്ങളും ആത്മീയ കാര്യങ്ങളും അയാൾക്ക് മാറ്റിവെക്കേണ്ടി വന്നു. റേഡിയോ വാങ്ങാൻ പോകുമ്പോൾ നാട്ടുകാർ ചാക്കുണ്ണിയെ ആദരവോടെയാണോ നോക്കിയത് എന്ന കാര്യത്തിൽ കഥാകൃത്ത് സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വായനക്കാരന് ആ സംശയമില്ല. കാരണം ആറാട്ടുകുന്ന് എന്ന നാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു ചാക്കുണ്ണിയുടെ റേഡിയോ. റേഡിയോയിലെ പരിപാടികൾ തൻ്റെ തൊഴിലിൻ്റെ താളമായി മാറുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ചാക്കുണ്ണിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന റേഡിയോ അയാളുടെ ഇളയ കുട്ടിയുടെ ചികിത്സയ്ക്കായി ചെമ്പുമത്തായിക്ക് പണയം വയ്ക്കുന്നു. മാനുഷിക മൂല്യങ്ങൾക്കും കലയ്ക്കും ജീവിതത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്തയാളാണ് ചെമ്പുമത്തായി. പാരമ്പര്യമായി സ്വർണ്ണപ്പണയത്തിന്മേൽ പണം നൽകുന്ന കുടുംബമാണ് ചെമ്പുമത്തായിയുടേത്. റേഡിയോ നഷ്ടമാകുന്നതോടെ ചാക്കുണ്ണിയുടെ തൊഴിലിൻ്റെ താളം തെറ്റുന്നതോടൊപ്പം മകന്റെ വേർപാട് അയാളുടെ മനസ്സിൻ്റെ വേദനയെയും വർദ്ധിപ്പിക്കുന്നു. ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ വായനക്കാരൻ്റെ മനസ്സിൽ ദൃശ്യ അനുഭവം പകർന്നു നൽകാൻ പണയമെന്ന കഥയ്ക്ക് കഴിയുന്നുണ്ട്. അക്ഷരങ്ങൾ ഈ കഥയിൽ അനുഭവങ്ങളായി മാറുന്നു. വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ദൃശ്യസമ്പന്നതയാണ് പണയമെന്ന കഥയുടെ മുഖ്യ സവിശേഷത. മാധ്യമങ്ങൾ അറിയാനും അറിയിക്കാനും മാത്രമല്ല, ആനന്ദിക്കാനും ആശ്വസിപ്പിക്കാനുമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന കഥയാണ് പണയം. ജീവിതാനുഭവങ്ങൾ ശക്തമായി ആവിഷ്കരിക്കാനുള്ള ഭാഷയുടെ കഴിവ് കണ്ടെത്താനും പഴയകാല ഗ്രാമീണ നന്മകളുടെ ഭാഗമായ ശ്രവണ സംസ്കാരത്തെ വിലയിരുത്താനും ഈ കഥ നമ്മെ സഹായിക്കുന്നു. ഇനി ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് വിലയിരുത്താം. ആദ്യം ചാക്കുണ്ണി. ആറാട്ടുകുന്നിലെ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ വ്യക്തിയാണ് ചാക്കുണ്ണി. അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ വളരെയധികം ദയനീയമാണ്. രാത്രി ഏറെ വൈകിയും തൻ്റെ തയ്യൽ ജോലി അദ്ദേഹം ചെയ്യുന്നുണ്ട്. നല്ല മനുഷ്യനാകാൻ സഹൃദയത്വം വേണമെന്ന പക്ഷക്കാരനാണ്. കലാസ്വാദകനും തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവനുമാണ് ചാക്കുണ്ണി. മക്കളോട് വളരെയധികം സ്നേഹമുണ്ട്. ജീവിതാവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താനാവാതെ അദ്ദേഹം ഏറെ വിഷമിക്കുന്നുണ്ട്. റേഡിയോയെ മക്കൾക്ക് തുല്യം സ്നേഹിക്കുന്നു. റേഡിയോ പരിപാടികൾ ചാക്കുണ്ണിയുടെ ജീവിതത്തിൻ്റെ താളമായി മാറുന്നുണ്ട്. റേഡിയോ വാങ്ങിക്കുവാൻ വേണ്ടി വ്യക്തിപരവും ആത്മീയവുമായിട്ടുള്ള ആവശ്യങ്ങൾ അദ്ദേഹം മാറ്റിവെക്കുന്നുണ്ട്. സാമൂഹികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചാക്കുണ്ണി. ആസ്വാദക മനസ്സിൽ സഹതാപം സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ് ചാക്കുണ്ണി. ഇനി ചെമ്പുമത്തായിയിലേക്ക്. ജീവിതത്തിൽ പണമുണ്ടാക്കൽ മാത്രമാണ് ചെമ്പുമത്തായിയുടെ മുഖ്യ ലക്ഷ്യം. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് ചെമ്പുമത്തായിക്കുള്ളത്. സ്വർണം ഉരച്ചു നോക്കി മാത്രം പണയം സ്വീകരിക്കുന്നു. ആരെയും വിശ്വാസമില്ലാത്ത പ്രകൃതം. കലയ്ക്കും സംഗീതത്തിനും ജീവിതത്തിൽ യാതൊരു വിധമായ സ്ഥാനവും അദ്ദേഹം നൽകുന്നില്ല. പണത്തോട് ആർത്തി. മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. മക്കളെ തല്ലി വളർത്തണമെന്ന പക്ഷക്കാരനാണ് ചെമ്പുമത്തായി. റേഡിയോ പോലും പണയം വാങ്ങി പണം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തി. സംഗീതാദി കലകൾക്ക് സമയം ചെലവഴിക്കുന്നത് വെറുതെയാണ് എന്ന മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ജീവിതം ധനസമ്പാദനത്തിനു മാത്രം എന്ന ചിന്ത. റേഡിയോ പരിപാടികൾ കേട്ട് പണിയെടുത്താൽ തെറ്റുപറ്റുമെന്ന അഭിപ്രായം. സാമൂഹ്യമായി അംഗീകരിക്കപ്പെടാത്തൊരു വ്യക്തി. ചെമ്പുമത്തായി എന്ന പേര് തീർത്തും ഔചിത്യപൂർണമാണ്. ചാക്കുണ്ണി എന്ന വ്യക്തിയോട് ചെമ്പുമത്തായിക്ക് യാതൊരു വിധത്തിലുള്ള സഹതാപവുമില്ല. പണയം എന്ന കഥയിലെ ജീവസുറ്റ കഥാപാത്രമായി റേഡിയോ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. ആറാട്ടുകുന്നിലെ ആദ്യത്തെ റേഡിയോ. ഓണക്കാലത്ത് കഠിനാധ്വാനം ചെയ്ത് മിച്ചം വെച്ച പണം കൊണ്ടും ശീലങ്ങൾ പലതും മാറ്റിവെച്ചും ചാക്കുണ്ണി സ്വന്തമാക്കിയ റേഡിയോ. തയ്യൽക്കടയും റേഡിയോയും ആറാട്ടുകുന്നിൽ ചരിത്രമായി മാറുന്നു. ആളുകൾ ചാക്കുണ്ണിയുടെ കടയ്ക്ക് മുന്നിൽ എത്തിച്ചേരുന്നത് റേഡിയോ പരിപാടികൾ കേൾക്കുവാൻ വേണ്ടിയാണ്. ജോലിക്കായി തയ്യൽക്കടയിലേക്കുള്ള യാത്രയിലും ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലും റേഡിയോ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. റേഡിയോ പ്രക്ഷേപണം തീരും വരെ ഭാര്യയും മക്കളും കാത്തുനിൽക്കും. അങ്ങനെ നാട്ടിലും വീട്ടിലും റേഡിയോ ഏറെ പ്രിയപ്പെട്ടതായി മാറുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്കായി ചാക്കുണ്ണി റേഡിയോ പണയം വയ്ക്കുമ്പോൾ വീട്ടുകാർ സങ്കടപ്പെടുന്നു. കുട്ടിയുടെ മരണവും അവനിഷ്ടപ്പെട്ട ബാലമണ്ഡലം പരിപാടി കേൾക്കാൻ ചെമ്പുമത്തായിയുടെ അടുത്ത് ചാക്കുണ്ണി എത്തുന്നതുമൊക്കെ റേഡിയോയ്ക്ക് ഈ കഥയിലുള്ള പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു.
തുണിസഞ്ചി തുറന്ന് ചാക്കുണ്ണി റേഡിയോയെ തൊട്ടുനോക്കുന്നതൊക്കെ റേഡിയോയോട് അദ്ദേഹത്തിന് എത്രത്തോളം വാത്സല്യമുണ്ട് എന്നതിന് തെളിവാണ്. റേഡിയോയിലെ പരിപാടി കേട്ട് ചാക്കുണ്ണി സന്തുഷ്ടനാവാൻ ശ്രമിക്കുന്നുണ്ട്. കുടുംബത്തിലെ അംഗത്തെപ്പോലെ പരിഗണിക്കപ്പെട്ട, കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിക്കപ്പെട്ട കഥയുടെ ശക്തമായ സാന്നിധ്യമായി റേഡിയോ മാറുന്നു. സമ്പത്തിനോടും അധികാരത്തോടും ഭ്രമം ബാധിച്ച ആധുനിക മലയാളികളുടെ പ്രതിനിധിയായി ചെമ്പുമത്തായി മാറുന്നു. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആത്മാർത്ഥമായി ഇടപെട്ട് നിറഞ്ഞ മനസ്സോടെ എല്ലാവരെയും സ്നേഹിച്ച കഥാപാത്രമായി ചാക്കുണ്ണിയും മാറുന്നു. യാന്ത്രികമായ ജീവിത രീതികൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോകുന്ന ആധുനിക മലയാളിയുടെ പ്രതീകം. വിധി തീർത്ത ദുരനുഭവങ്ങളുടെ മുന്നിൽ തളർന്നു പോകുന്ന, തോറ്റുപോകുന്ന സാധാരണക്കാരൻ്റെ ജീവിതാനുഭവങ്ങളെ ഏറെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് കഥാകാരൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അനിവാര്യമായ വിധിയുടെ മുന്നിൽ നിസ്സഹായനായി പോകുന്ന സാധാരണക്കാരൻ്റെ ഗ്രാമീണ നന്മകളുടെ നിഷ്കളങ്കമായ അവതരണമാണ് പണയം എന്ന് നിസ്സംശയം പറയാം. നന്ദി.